कृष्ण हरे हरे सर्वत्र गोविंद नाम गोविंद 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 പരിപാവനമായിരിക്കുന്ന ബദ്രികാശ്രമത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. അനേക കോടി ജന്മങ്ങളുടെ ആ ഒരു സുഹൃതം കൊണ്ടാണ് ഇതുപോലെയുള്ള ഇടങ്ങളിൽ എത്താൻ സാധിക്കുക. പുരാണാദികൾ നോക്കിക്കഴിഞ്ഞാൽ ഭഗവാനായിട്ട് നേരിട്ട് ഈ ബദ്രികാശ്രമത്തിലേക്ക് പറഞ്ഞയച്ചത് രണ്ട് മഹത് വ്യക്തിത്വങ്ങളെയാണ്. ശ്രീമദ് ഭാഗവതത്തിലെ സാക്ഷാൽ ഉദ്ധവരെയും രാമായണത്തിലൂടെ നോക്കുകയാണെങ്കിൽ സ്വയംപ്രഭ എന്ന ആ മഹതിയെയാണ് ഭഗവാനായിട്ട് നേരിട്ട് ബദ്രികാശ്രമത്തിലേക്ക് പറഞ്ഞയച്ചത്. എളുപ്പത്തിൽ എത്തിപ്പെടാൻ സാധിക്കില്ല. പലതരത്തിലുള്ള ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും ചെയ്യും. അതിൻ്റെ ചെറിയൊരംശമൊക്കെ നമുക്കും ഈ യാത്രക്കിടയിൽ മനസ്സിലായിട്ടുണ്ടാവണം. അപ്പോൾ സുഖവും ദുഃഖവും അതുപോലെ ചൂടും തണുപ്പും എല്ലാം ഒരേപോലെ ഉൾക്കൊള്ളാൻ സാധിക്കണം, സഹിക്കാൻ സാധിക്കണം. അങ്ങനെയുള്ളവരെയാണത്രേ ഭഗവാൻ വേഗം ഇങ്ങോട്ട് പറഞ്ഞേക്കുക, അതായത് ഈ ബദ്രികാശ്രമത്തിലേക്ക് പറഞ്ഞേക്കുക. ഇവിടെ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥാനം ഇത് വ്യാസാശ്രമം, വ്യാസഗുഹ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവിടെ അതാ ഭാഗവത്തിലെ ഒരു ശ്ലോകം അവിടെ രചിച്ചിട്ടുണ്ട്. ബ്രഹ്മനദ്യാം സരസ്വത്യാം ആശ്രമ പശ്ചിമേ തടേ ശമ്യാപ്രാസ ഇതി പ്രോക്ത ഋഷീണാം സത്രവർദ്ധന. ബദ്രികാശ്രമത്തില് ദുഃഖിതനായിട്ട് ഇരിക്കുകയായിരുന്നു വ്യാസര്. ശ്രീനാരദ മഹർഷി അദ്ദേഹത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ എന്താണ് അദ്ദേഹത്തിന് ദുഃഖം എന്നാണെങ്കിൽ മനസ്സിന് ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എന്താ കാരണം? മഹാഭാരതം വരെ അദ്ദേഹം എഴുതിച്ചു കഴിഞ്ഞു. അപ്പോൾ ഭഗവത് മഹത്വത്തെ പൂർണ്ണമായിട്ടും വർണ്ണിക്കുന്നതായ ഒരു ഗ്രന്ഥം കൂടി അങ്ങയിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന് നാരദരെ അറിയിക്കുകയാണ്. അങ്ങനെ നാരദര് തൻ്റെ ഉള്ളിലുള്ളതായിരിക്കുന്ന ഭാഗവത ധർമ്മത്തെ തൻ്റെ പിതാവായിരിക്കുന്ന ബ്രഹ്മാവിൽ നിന്ന് എന്താണോ മനസ്സിലാക്കിയത് അത് വ്യാസർക്കായിട്ട് ഉപദേശിച്ചു കൊടുത്തു. ഭാഗവതം എന്ന് പറയുന്നത് തത്വം, കഥ, അനുഭവം, ഇത് മൂന്നും കൂടി ചേരുമ്പോഴാണ് ഭാഗവതം അവിടെ പൂർണ്ണമാവുന്നത്. ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുക്കുന്ന സമയത്ത് അവിടെ തത്വം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ബ്രഹ്മാവ് ശ്രീനാരദർക്കായിട്ട് ഉപദേശിച്ചു കൊടുക്കുന്ന സമയത്ത് അവിടെ ചില കഥകളെയും കൂടി ചേർത്തു. നാരദര് അത് വ്യാസർക്കായിട്ട് ഉപദേശിച്ചു കൊടുക്കുന്ന സമയത്ത് തൻ്റെതായ അനുഭവ കഥകളും കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഉപദേശിച്ചു കൊടുത്തത്. വ്യാസര് അനവധി മഹത് വ്യക്തികളുടെ അനുഭവ ചരിത്രങ്ങൾ ഈ ഭാഗവത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അങ്ങനെ നാരദര് വ്യാസരെ നന്നായിട്ട് അനുഗ്രഹിച്ചു, അന്തർധാനം ചെയ്തു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നാണെങ്കിൽ അളകനന്ദയുടെ തീരത്തിലൂടെ നാം വന്ന വഴിയിലൂടെ നടന്നു വന്നു. അങ്ങനെ വന്ന് തൊട്ട് താഴെ കേശവപ്രയാഗ് എന്നൊരു സ്ഥാനമുണ്ട്. ഇന്ന് കേശവപ്രയാഗ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. സരസ്വതി നദിയും അളകനന്ദയും കൂടി ചേർന്ന സ്ഥാനമാണ് ഈ കേശവപ്രയാഗ്. ഈ സരസ്വതി വളരെ ചെറിയ ഒരു ദൂരം മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. വളരെ ചെറിയൊരു ദൂരം താഴെ എത്തുമ്പോൾ കാണാം. അപ്പൊ വ്യാസര് ആ കേശവപ്രയാഗിൽ നിന്ന് വീണ്ടും സരസ്വതിയുടെ തീരത്തിലൂടെ തന്നെ നടന്നു എന്നാണ്. അങ്ങനെ സരസ്വതി നദിയുടെ പടിഞ്ഞാറ് ഭാഗമാണ് ഇത്. അതാണ് ബ്രഹ്മനദ്യാം സരസ്വത്യാം ആശ്രമ പശ്ചിമേ തടേ ശമ്യാപ്രാസ ഇതി പ്രോക്ത. ശമ്യാപ്രാസം എന്ന പേരിൽ അറിയപ്പെട്ടതായ നല്ലൊരു സങ്കേതം. അവിടെ ഇരുന്നു നല്ലവണ്ണം ധ്യാനിച്ചു. നാം അകത്ത് കയറിയ ആ സ്ഥാനം, അവിടെ ഇരുന്ന് വർഷങ്ങളോളം അദ്ദേഹം ധ്യാനിക്കേണ്ടായത്. ആ ധ്യാനത്തില് അദ്ദേഹത്തിനുള്ളില് തെളിഞ്ഞു വന്നത് 3 ചിത്രങ്ങളാണ്. ഒന്ന് ജീവൻ, അടുത്തത് ഭഗവാൻ, അടുത്തത് മോക്ഷം. അപ്പൊ എങ്ങനെയാണ് ഒരു ജീവൻ ഈ ദേഹത്തിനകത്ത് കയറിക്കൂടി വർത്തിച്ചിട്ട് ആ മോക്ഷം എന്ന ആ മുക്തിയിലേക്ക് അഥവാ ആ ഭഗവാനിലേക്ക് പൂർവ്വസ്ഥാനത്തേക്ക് ലയിക്കുന്നത്? ഇത് അദ്ദേഹത്തിന് കാണാൻ പറ്റി. എന്നാൽ ഇത് ഇവിടെ വെച്ച് കണ്ടതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർക്കത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അപ്പൊ എങ്ങനെ വേണം പറയാൻ, എന്ത് പറഞ്ഞിട്ട് തുടങ്ങണം? അങ്ങനെ കുറേ കാലം അദ്ദേഹം വീണ്ടും ഇരുന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് തൊട്ട് താഴെ ഒരു ഗണപതി ഗുഹയിൽ നമ്മൾ നേരത്തെ പോയി, അവിടെ വെച്ചിട്ടാണ് മഹാഭാരതം രചിച്ചിട്ടുണ്ടായത്. അപ്പൊ ഈ മഹാഭാരതമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ശ്രീമദ് ഭാഗവതം ആരംഭിക്കാം എന്ന ഒരു തോന്നല് ഈ സ്ഥാനത്ത് വെച്ച് അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായി. അങ്ങനെ 18,000 ഗ്രന്ഥങ്ങളാല് ശ്രീമദ് ഭാഗവതം
സൃഷ്ടിച്ചതായിരിക്കുന്ന അഥവാ രചിച്ചതായിരിക്കുന്ന ഇടാണ് ഇത്. എളുപ്പത്തിൽ പറഞ്ഞാൽ ശ്രീമദ് ഭാഗവതം ഇന്ന് നമ്മുടെ കയ്യിലുള്ളതായ ശ്രീമദ് ഭാഗവതത്തിന്റെ ജന്മസ്ഥാനത്താണ്, ആവിർഭവിച്ചതായ സ്ഥാനത്താണ് നമ്മൾ ഇരിക്കുന്നത്. ആ ഭാഗവത ധർമ്മം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളില് പരിപൂർണമായിട്ട് ശോഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ എന്താണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ ഭാഗവത ധർമ്മം? ഏകാദശം ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, എളുപ്പത്തിൽ പറഞ്ഞു, കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ അനുസൃത സ്വഭാവാൽ കരോതി യൽ യൽ സകലം പരസ്മൈ നാരായണായ ഇതി സമർപ്പയേതൽ. ഇതിലും ശ്രേഷ്ഠമായിട്ട് മറ്റ് യാതൊന്നുമില്ല. പ്രത്യേകിച്ച് കലികാലത്ത് പറയാൻ ഇത് മാത്രമാണ്. അപ്പോൾ മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, ഏത് വിദ്യാദികളെ കൊണ്ട് ഏത് പ്രവൃത്തികളാണോ ചെയ്യുന്നത് അത് പൂർണ്ണമായിട്ടും ഈശ്വരാർപ്പണമായിട്ട് തീരട്ടെ. നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തികളും ചിന്തയും ഒക്കെ ആ മഹാപ്രഭുവായിരിക്കുന്ന ഭഗവാന്റെ പാദത്തിലേക്കുള്ളതായ ഓരോ അർച്ചനാപുഷ്പങ്ങളായിട്ട് തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ബദരികാശ്രമത്തില് വിശേഷേണ ഈ ശമ്യാപ്രാസത്തില് ഇപ്പോൾ എത്തിപ്പെട്ടതായ എല്ലാ സുഹൃത്തുക്കളെയും മനസാ നമസ്കരിക്കുക. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. അനുസന്ധാനം ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ എത്തിപ്പെടാൻ പറ്റിയിട്ടുള്ളത്. അപ്പൊ ഭാഗവതത്തിനെ ആശ്രയിക്കുക, ഭഗവാനെ ആശ്രയിക്കുക, ആ ഭക്തിയെ ആശ്രയിക്കുക. ഇത് കൂടുതലൊന്നും ശ്രദ്ധിക്കേണ്ട. ഗുരുവായൂരപ്പന്റെ പിന്നാലെ ഇവിടെ പോയാൽ മതി. നമുക്ക് വേണ്ടത് എല്ലാം ശരി.